വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി Hallelujah. Praise the Lord. വീണ്ടും വരുവാനിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ എല്ലാ വചനാഗ്നി ശുശ്രൂഷകരെയും എല്ലാ വചനാഗ്നി പ്രേക്ഷകരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ വചനാഗ്നി ശുശ്രൂഷയിലൂടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതകരമായ വിടുതലിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കൂടുതൽ കൂടുതൽ താല്പര്യത്തോടെ നിങ്ങൾ തിരുവചനത്തിൻ്റെ മുൻപിൽ ഇരിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നും നമ്മുടെ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. ആ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മളോട് ദൈവം സംസാരിക്കുന്ന സമയമാണ് ദൈവവചന ശുശ്രൂഷയിലൂടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഓരോ വചന ശുശ്രൂഷയിലും നമ്മൾ പ്രാർത്ഥനാപൂർവം ദാഹിച്ചിരിക്കണം. ദൈവമേ, നീ എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുകളെ അടച്ച് കാര്യവാനും സ്നേഹിതയുമായ നല്ല ദൈവമേ കർത്താവേ, നിന്റെ ജനത്തെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അവിടെ അജ്ഞതകളെ എടുത്തു മാറ്റണമേ, അറിയില്ലായ്മകളെ എടുത്തു മാറ്റണമേ. ദൈവവചനം കൂടുതൽ വായിക്കുവാനും ധ്യാനിക്കുവാനും പഠിക്കുവാനും അതിലുപരി അത് അനുസരിക്കുവാനുള്ള കൃപ ഇവരുടെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിന്റെ വെളിപ്പാടുകൾ തിരുപ്പൊരുളുകൾ നീ വെളിപ്പെടുത്തി കൊടുക്കണമേ. പരിശുദ്ധാത്മാവേ, മക്കളെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ ചിന്തകളെ, ബുദ്ധിയെ, മനസ്സിനെ നീ ഏറ്റെടുക്കണമേ. നിന്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് അവരെ നയിക്കണമേ. നീ അവരെ സുഖപ്പെടുത്തണമേ, അഭിഷേകത്താൽ നിറയ്ക്കണമേ. യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.
ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന തിരുവചന ഭാഗം, ചിന്താവിഷയം, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സമൃദ്ധമായി നൽകുന്ന ദൈവം. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സമൃദ്ധമായി നൽകുന്ന ദൈവം. ആമേൻ. ഇതിനാധാരമായി ഫിലിപ്പിയക്കാർക്ക് പൗലോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 19-ാമത്തെ തിരുവചനം ധ്യാനം കൂടി ആത്മീയ അനുഭവത്തിലേക്ക് വന്ന അനേകർക്ക് ഈ തിരുവചനം കാണാപ്പാഠമാണ്. കാരണം നമ്മൾ പല ആവശ്യങ്ങളിലും നമ്മുടെ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ ഈ വചനം ക്ലെയിം ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്താണ് ആ തിരുവചനം? എൻ്റെ ദൈവമോ തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. എൻ്റെ ദൈവമോ തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം നൽകും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിൽ, സമൃദ്ധിയുടെ ഭണ്ഡാരത്തിൽ, അനുഗ്രഹത്തിന്റെ ഭണ്ഡാരത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന സകല ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങളും സ്വർഗത്തിന്റെ ഭണ്ഡാരത്തിൽ നിറച്ച് ദൈവം വെച്ചിട്ടുണ്ട്. ദൈവം അത് നമുക്ക് നൽകുവാൻ വേണ്ടിയാണ് അവിടെ കരുതി വച്ചിരിക്കുന്നത്. അവ നമുക്ക് നൽകണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, എൻ്റെ ദൈവമോ തൻ്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം നൽകും. നിങ്ങൾക്ക് എന്താണ് ആവശ്യം? ഈ ആവശ്യം മുഴുവൻ ദൈവത്തോട് പറഞ്ഞാൽ മതി. യേശുക്രിസ്തു വഴി, യേശുക്രിസ്തു മുഖാന്തരം ഇവ നിങ്ങൾക്ക് നൽകുവാൻ ദൈവം ശക്തനാണ്. ഈ തിരുവചനത്തിൽ നമ്മൾ വിശ്വസിക്കണം, വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റ് ചില കാര്യങ്ങളുണ്ട്. അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഈ തിരുവചനം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കോമണായ ഒരു വചനമല്ല ഇത്. ക്രിസ്ത്യാനിയാണെങ്കിലും വിശ്വാസികളാണെങ്കിലും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വചനമല്ല ഇത്. ഈ വചനം വെച്ച് എല്ലാവരും അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ, എൻ്റെ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, ഭണ്ഡാരം തുറന്ന് അനുഗ്രഹം ചൊരിയണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് പറഞ്ഞാൽ നമുക്ക് അനുഗ്രഹം കിട്ടണമെന്നില്ല. ധ്യാനിപ്പിക്കുന്നവർ തന്നെ, ധ്യാന ഗുരുക്കന്മാർ തന്നെ, അല്ലെ പ്രാർത്ഥനക്കാർ തന്നെ ഒരു പക്ഷേ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാകാം, ഈ വചനം ഒരു 25 പ്രാവശ്യം ആവർത്തിച്ച് പറയുക. പറ്റുമെങ്കിൽ ഒരു 50 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ് വിശ്വാസത്താൽ പറഞ്ഞ് ക്ലെയിം ചെയ്ത് അങ്ങോട്ട് പ്രാർത്ഥിര്, നിന്റെ ആവശ്യം നടന്നോളും എന്ന്. എന്നാൽ അങ്ങനെ സംഭവിക്കണമെന്നില്ല. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ, വചനം പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വചനം മാത്രം എടുത്ത് അടർത്തിയെടുത്ത് ആ വചനം
മാത്രം ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ടോ അതിൽ വിശ്വാസം അർപ്പിച്ചത് കൊണ്ടോ വലിയ പ്രയോജനമില്ല. ഏതു വചനം നമ്മൾ ധ്യാനിക്കുമ്പോഴും പ്രിയമുള്ളവരെ, അതിന്റെ മുകളിലും താഴെയുമുള്ള വചനങ്ങൾ നമ്മൾ ധ്യാനിക്കണം. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? കാരണം അതിന്റെ മുകളിലും താഴെയുമുള്ള വചനങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഈ വചനം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വചനമല്ല. പിന്നെ ആർക്ക് വേണ്ടിയിട്ടുള്ള വചനമാണിത്? അതിനെ മുകളിലുള്ള വചനങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്. പൗലോസ്ലീഹ പറയുകയാണ്, എന്റെ ഞെരുക്കങ്ങളിൽ നിങ്ങൾ എന്നെ സഹായിച്ചു. എന്റെ എല്ലാ ഞെരുക്കങ്ങളിലും നിങ്ങൾ എനിക്ക് സാമ്പത്തിക സഹായങ്ങൾ നൽകി. എന്റെ ബുദ്ധിമുട്ടുകളിലൊക്കെ ആ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം നിങ്ങൾ ചെയ്തു തന്നു. നിങ്ങൾ എനിക്ക് നൽകിയ എല്ലാ സഹായങ്ങളും ദൈവത്തിന് സമർപ്പിച്ച പരിമള ബലിയായി ഞാൻ അതിനെ സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ പൗലോസ്ലീഹയെ തന്റെ ദൈവിക ശുശ്രൂഷയിൽ സാമ്പത്തികമായി സഹായിച്ച, ആഹാരം കൊടുത്തു, വസ്ത്രം കൊടുത്തു, സാമ്പത്തികം കൊടുത്തു, ഒക്കെ സഹായിച്ച് ദാരിദ്ര്യത്തിന്റെ സമയത്ത് ഒരു തുണയായി നിന്ന, സഹായം കൊടുത്ത ആ ജനത്തോട്, ആ സഭയിലെ അംഗങ്ങളോട് പൗലോസ്ലീഹ പറയുകയാണ്, എന്താ? എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം നൽകും. ഹല്ലേലൂയ. ആർക്കാണ് തന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് ആവശ്യമുള്ളതെല്ലാം നൽകുന്നത്? ദൈവത്തിനോ ദൈവത്തിന്റെ ശുശ്രൂഷയോ സഹായിക്കുന്ന വ്യക്തിക്ക്, ദൈവിക ശുശ്രൂഷകരെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക്, ദൈവിക വേലയിൽ, ദൈവിക ശുശ്രൂഷയിൽ ഏതെങ്കിലും വിധത്തിൽ തന്റെ സമ്പത്ത് കൊണ്ട്, കഴിവുകൾ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന, സഹായം ചെയ്യുന്ന ആ ജനത്തെ നോക്കി പൗലോസ്ലീഹ പറഞ്ഞു, എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്ക് ആർക്ക്? എന്നെ സഹായിച്ച നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നൽകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ വചനം മാത്രം അടർത്തിയെടുത്ത് 100 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നടത്തിക്കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്, വിശ്വസിക്കരുത്. ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വചനമല്ല. ദൈവവേലയെ സപ്പോർട്ട് ചെയ്യുന്ന, ദൈവിക ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്യുന്ന, ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവരെ സാമ്പത്തികമായി സഹായിച്ച വ്യക്തികൾക്ക് മാത്രമുള്ള ഒരു വാഗ്ദത്ത വചനമാണ് ഫിലിപ്പിയർ 4:19. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് അവകാശത്തോടെ ദൈവത്തോട് പറയാം. പൗലോസ്ലീഹ പറഞ്ഞ ഈ വാഗ്ദത്തം അനുസരിച്ച്, ദൈവമേ, നിന്റെ ഭണ്ഡാരത്തിൽ നിന്ന്, നിന്റെ സമൃദ്ധിയിൽ നിന്ന് യേശുക്രിസ്തു വഴി ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ശുശ്രൂഷയിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം നൽകണമേ അപ്പാ, നൽകണമേ യേശുവേ, നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അവർക്കത് കർത്താവ് നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 5 പൈസ പോലും ദൈവത്തിന് കൊടുക്കുകയാണ്. ദൈവിക ശുശ്രൂഷയെ കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ, ശുശ്രൂഷയ്ക്ക് കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ എല്ലാവരും നെറ്റി ചുളിയും.
അല്ലേ? കിറി വാടാൻ തുടങ്ങും, വിഷമമാണ്. കൊടുക്കുന്ന കാര്യം പറയുമ്പോഴാണ് പലർക്കും വേദന. എന്നാ തുണിക്കടയിൽ കൊണ്ടുവന്ന് 1000 10,000 കൊടുക്കാൻ അവർക്ക് മടിയില്ല. സ്വർണ്ണക്കടയിൽ ലക്ഷങ്ങൾ കൊടുക്കാൻ മടിയില്ല. ഇറച്ചിക്കടയിലും മീൻകടയിലും 1000 നോട്ട് തന്നെ കൊടുക്കാൻ മടിയില്ല. ഷാപ്പി കൊടുക്കാനും മടിയില്ല. ദൈവിക ശുശ്രൂഷകൾക്ക്, ദൈവിക വേലയ്ക്ക് കൊടുക്കാൻ ഇന്ന് അനേകർക്കും മടിയ. അതുകൊണ്ട് ദൈവത്തിന് എന്നതുപോലെ, യേശുവിന് എന്നതുപോലെ സന്തോഷപൂർവം ആരാണോ കൊടുക്കുന്നത്, ദൈവം അതൊരു സുരബില ബലിയായി സ്വീകരിക്കുന്നു. നിങ്ങളുടെ വലിയൊരു കാഴ്ചയായി, ഒരു ബലിയായി ദൈവം ആ സമ്പത്തിനെ സ്വീകരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ദൈവവേലയിൽ, ദൈവിക ശുശ്രൂഷയിൽ പങ്കാളികളായിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഈ വചനം, ഈ വാഗ്ദത്വം അവകാശപ്പെട്ടവ. നിങ്ങൾക്ക് പറയാം, ദൈവമേ, നിന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, മക്കളുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത് നൽകണമേ, കൃപ ചൊരിയണമേന്ന് ദൈവം നൽകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയമുള്ളവരെ, ദൈവിക ശുശ്രൂഷയ്ക്ക് കൊടുക്കാറുണ്ടോ നിങ്ങൾ? സ്വോത്രക്കാഴ്ച എന്ന് പറയുന്ന ഒരു കാഴ്ച ഇടും ചിലര്. 10 രൂപ ഇടും, 5 രൂപ ഇടും. ദശാംശം കൊടുക്കുക എന്ന് പറയും, പക്ഷെ ദശാംശം കൊടുക്കുകയല്ല. ദശാംശം എന്ന് പറഞ്ഞാൽ 10%. ഒരാൾക്ക് ഒരു 25,000 രൂപ മാസ സാലറി ഉണ്ടോ എന്ന് വിചാരിക്കുക. ഇയാൾക്ക് ശകലം പ്രാർത്ഥനയിലൊക്കെ ഉള്ള ആളാണെങ്കിലും ഇദ്ദേഹം ദശാംശം കൊടുക്കുക എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് 500 രൂപ കൊടുക്കും. ബ്രദറെ, എന്റെ ദശാംശം കേട്ടോ, കൊടുക്കുന്നത് 100 രൂപ. ബ്രദറെ, അച്ഛാ, എന്റെ ദശാംശം കേട്ടോ, എന്നാ പിടിച്ചു, 500 രൂപ. എന്റെ സഹോദര, ദശാംശം എന്ന് പറഞ്ഞാൽ 25,000 ദശാംശം 2,500. ദശാംശം എന്ന് പറഞ്ഞാൽ 2,500 തന്നെ കൊടുക്കണം നമ്മൾ. ആ കൊടുക്കേണ്ട സ്ഥാനത്ത് 2,500 ദശാംശം കൊടുത്താൽ 25,000 ദശാംശം എങ്ങനെയാകും? ഹല്ലേലൂയ. അപ്പൊ ദശാംശം എന്ന് പറഞ്ഞാൽ 10%. 10% എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്താൽ 10% തന്നെ കൊടുക്കണം. അപ്പൊ കൊടുക്കുന്നിടത്ത് വരുമ്പോഴാണ് ആത്മീയ മനുഷ്യരുടെ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന വിശ്വാസികളുടെ വിശ്വാസം വെളിപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. കൊടുക്കുന്നിടത്താ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇനി ദശാംശം തന്നെ കണക്ക് നോക്കി കൃത്യമായിട്ട് മാസാമാസം കൊടുക്കുന്നവരാണോ നിങ്ങള്? ആണോ? ആണെങ്കിൽ അതിലും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. അയ്യോ, അതെന്നാന്നോ? അത് പഴയ നിയമത്തിന്റെ കണക്കാ. യേശു പറയുകയാണ്, പരീശന്മാരുടെ നീതിയെ നിങ്ങളുടെ നീതി കവിയുന്നില്ലെങ്കിൽ, കണ്ടോ, സ്വർഗരാജ്യം കാണാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതെന്താ ആ വചനത്തിന്റെ അർത്ഥം? പരീശന്മാരുടെ നീതി, അവര് നീതിമാന്മാരായിരുന്നു. എല്ലാം കൃത്യം അച്ചിട്ടതുപോലെ കൃത്യമായി കണക്ക് നോക്കി ദശാംശം ദൈവിക ശുശ്രൂഷയ്ക്ക് കൊടുക്കുന്ന വ്യക്തികളായിരുന്നു ഈ പരീശന്മാർ. അപ്പോ പരീശന്മാര് 10% കൃത്യമായിട്ടും ദൈവത്തിന് കൊടുത്തിരുന്നു. പരീശന്മാരുടെ നീതിയെ നിങ്ങളുടെ നീതി കവിയണം, ഓവർകം ചെയ്യണം എന്ന് പറഞ്ഞാൽ 10% കൊടുത്തോണ്ടിരുന്നാ പോരാ, അത് പരീശന്മാർ കൊടുത്തതാ. പുതിയ നിയമസഭയിൽ ദൈവമക്കൾ, വിശ്വാസി 10%-ത്തിലധികം ദൈവത്തിന്, ദൈവിക വേലയ്ക്ക്, ദൈവിക ശുശ്രൂഷയ്ക്ക് കൊടുക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. നിന്റെ സമ്പത്ത്, ദൈവം നിനക്ക് നൽകിയിട്ടുള്ള
സമ്പത്തിൽ നിന്ന് സന്തോഷപൂർവം. ആമേൻ, ഹല്ലേലൂയ. അതാണ് 2 കൊരിന്ത്യർ 9 അധ്യായം 8 തിരുവചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുവാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യുവാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകുവാൻ കഴിവുള്ളവനാണ് ദൈവം. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുവാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യുവാനും വേണ്ട സകല അനുഗ്രഹങ്ങളും നൽകാൻ കഴിവുള്ളവനാ ദൈവം. അതുകൊണ്ട് ഈ അനുഗ്രഹം വേണോ? ചുമ്മാ ഈ വചനം മാത്രം എടുത്തു വെച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടാകുകയില്ല. അതിൻ്റെ മേളിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ വായിക്കണം. ഏതൊരു വചനവും നമ്മൾ അതിന് മുകളിലുള്ളതും താഴെയുള്ളതും വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇടയ്ക്കുള്ള വചനം നമ്മൾ ധ്യാനിക്കേണ്ടത്. അതിന് മേളിൽ എന്താ എഴുതിയിരിക്കുന്നത്? അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, അധികം വിതയ്ക്കുന്നവൻ അധികം കൊയ്യും. വീണ്ടും പറയുകയാണ്, സന്തോഷത്തോടെ നൽകുന്നതാണ് ദൈവം സ്വീകരിക്കുന്നത്. അപ്പം ദൈവത്തിനായി നിങ്ങൾ കൊടുക്കുമ്പോൾ, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിനായി നിങ്ങൾ കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ കൊടുക്കുന്നവനായി മാറണം. നിർബന്ധത്താൽ അല്ല, വിഷമിച്ചല്ല, സങ്കടത്താൽ അല്ല, പിന്നെയോ സന്തോഷത്തോടെ എൻ്റെ ദൈവത്തിന് എനിക്ക് കൊടുക്കാൻ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ. കൊടുക്കുന്നത് ദൈവത്തിനാകുമ്പോൾ എന്തൊരു ഭാഗ്യമാണ്. കണ്ടോ? ആ ഭാഗ്യമോർത്ത് അതൊരു അനുഗ്രഹമായി കണ്ടുകൊണ്ട് സന്തോഷത്തോടെ കൊടുക്കുമ്പോൾ, അങ്ങനെയുള്ളവർക്കാണ് ഈ താഴെ പറഞ്ഞ അനുഗ്രഹങ്ങൾ കിട്ടുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുവാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട സകല അനുഗ്രഹങ്ങളും നൽകാൻ കഴിവുള്ളവനാണ് ദൈവം. ആർക്കാ ഇത് കിട്ടുന്നത്? സന്തോഷപൂർവ്വം നൽകുന്നവന്. ആർക്കാ ഇത് കൊടുക്കുന്നത്? അധികം വിതയ്ക്കുന്നവന്. വിതയ്ക്കുക, അതെന്താ? ദൈവിക വേലയ്ക്ക്, ദൈവിക ശുശ്രൂഷയ്ക്ക്, ദൈവിക ആത്മീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നതിനെയാണ് വിതയ്ക്കുക എന്ന് പറയുന്നത്. അധികം വിതയ്ക്കുന്നവൻ അധികം കൊയ്യും. നിന്റെ തലമുറ, നിന്റെ മക്കളെങ്കിലും അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിങ്ങൾ വിതച്ചാൽ നാളെ കൊയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ മക്കൾക്ക് അത് അനുഭവിക്കാൻ പറ്റും. പ്രിയമുള്ളവരെ, ഈ അഭിഷേകം നമുക്ക് പ്രാപിക്കാം. ഇതിനു വേണ്ടി ഇന്നു മുതൽ ആ വിധത്തിൽ നമുക്ക് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും അനുസരിക്കാനും നമുക്ക് ആരംഭിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. എല്ലാ മക്കളും കണ്ണുകളെ അടച്ച് ഇരുകരങ്ങളെയും ദൈവത്തിലേക്ക് ഉയർത്തിക്കൊണ്ട്, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നീ കൊടുത്തിരിക്കുന്ന സമ്പത്തിന്റെ ഭാഗങ്ങൾ നിനക്ക് വേണ്ടി, നിന്റെ വേലയ്ക്ക് വേണ്ടി, ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ മനസ്സോടെ സന്തോഷത്തോടെ കൊടുക്കുവാൻ, ദശാംശത്തിൽ അധികം കൊടുക്കുന്നവരായി മാറുവാൻ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ സമ്പത്തുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരെ കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുവഴി ഇവരുടെ ജീവിതത്തിൽ, ഇവരുടെ കുടുംബത്തിൽ, ഇവരുടെ
മക്കളുടെ ജീവിതത്തിൽ തലമുറകളിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരട്ടെ. സ്വർഗത്തിന്റെ ഭണ്ഡാരം തുറന്ന യേശുക്രിസ്തു മുഖാന്തരം ഇവർ അനുഗ്രഹിക്കപ്പെടേണ്ടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ കൊടുത്തിരിക്കുന്ന സമ്പത്തിന്റെ ഭാഗങ്ങൾ ദൈവിക വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാനുള്ള വലിയൊരു വിശ്വാസത്തിന്റെ തുറവി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയൊഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നാഥൻ ഒലിവമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ